Dear students, in the last class we discussed about the computation of income from business or profession. ആ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രകാരം കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ചില എമൗണ്ട്സ് ആഡ് ചെയ്യുകയും ഡിഡക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്താണ് നാം ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അവിടെ ചില അഡ്മിസിബിൾ എക്സ്പെൻസസ് അല്ലെങ്കിൽ നോൺ അഡ്മിസിബിൾ എക്സ്പെൻസസ് ഇവയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതിനെ പറ്റിയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള അഡ്മിസിബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് ഏതൊക്കെയാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ആ ഡിഡക്ഷൻസ് അലൗഡ് ഫോർ കമ്പ്യൂട്ടിംഗ് പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, ഈ ഭാഗമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിഡക്ഷൻസ് എക്സ്പ്രസ്ലി അലൗഡ് വൈൽ കമ്പ്യൂട്ടിംഗ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ? ഈ ഡിഡക്ഷൻസ് സെക്ഷൻ 30 മുതൽ 37 വരെ ഇൻകം ടാക്സ് ആക്ടിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് എക്സ്പെൻസസ് ഇൻ റെസ്പെക്ട് ഓഫ് ബിസിനസ് പ്രമിസസ്. 3 പോയിന്റ്സ് അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. റെന്റ് ആൻഡ് cost of repairs paid by the assessee as a tenant and current repairs paid by the assessee as landlord. Assessee ഒരു വാടക കെട്ടിടത്തിലാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ ബിൽഡിങ്ങിൻ്റെ റെന്റും കോസ്റ്റ് ഓഫ് റിപ്പയേഴ്സും ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസാണ്. എന്നാൽ ലാൻഡ് ലോഡ് സ്വന്തം കെട്ടിടത്തിലാണ് എങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അനുവദനീയമായിട്ടുള്ള എക്സ്പെൻസ് കറണ്ട് റിപ്പയേഴ്സ് മാത്രമാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, റെന്റ് ഡിഡക്റ്റബിൾ അല്ല എന്നർത്ഥം. ഓക്കെ, നമ്പർ 2, any sum paid for land revenue, local taxes, municipal taxes, etc. are deductible. Third is insurance premium paid against risk of damage or destruction of the premises is eligible for deduction. These are the 3 points to be noted regarding the expenses in respect of business premises. ഓക്കെ, പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്, സലാമി ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. എന്താ സലാമി എന്ന് പറഞ്ഞാൽ? ലംസം പേയ്മെന്റ് അറ്റ് ദി ടൈം ഓഫ് ടേക്കിംഗ് എ ബിൽഡിംഗ് ഓൺ റെന്റ്. ഒരു ബിൽഡിംഗ് നാം വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് ആദ്യ തവണ, ഒറ്റത്തവണ മാത്രമായിട്ട് ഒരു നിശ്ചിത എമൗണ്ട് ഓണർക്ക് നൽകേണ്ടി വന്നേക്കാം. ആ എമൗണ്ടിന് പറയുന്നതാണ് സലാമി. ദാറ്റ് സലാമി ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. ഓക്കെ, then building tax paid to the government is deductible only if it is a payment of revenue or recurring nature. Building tax revenue nature കൂടിയ അല്ലെ റിക്കറിംഗ് നേച്ചറോട് കൂടിയതാണെങ്കിൽ മാത്രമേ ഡിഡക്റ്റബിൾ ആകുകയുള്ളൂ. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ നേച്ചറോട് കൂടിയിട്ടുള്ളത് ഡിഡക്റ്റബിൾ അല്ല, അല്ലെങ്കിൽ നോൺ റിക്കറിംഗ് നേച്ചറോട് കൂടിയ ബിൽഡിംഗ് ടാക്സ് ഡിഡക്റ്റബിൾ അല്ല. അതായത് വൺ ടൈം പേയ്മെന്റ് ഓഫ് ബിൽഡിംഗ് ടാക്സ് ഈസ് നോട്ട് ഡിഡക്റ്റബിൾ. ഓക്കെ, ഇതാണ് എക്സ്പെൻസസ് ഇൻ റെസ്പെക്ട് ഓഫ് ബിസിനസ് പ്രമിസസ് എന്ന ആ ഒരു ഐറ്റവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്. ഓക്കെ, then let us see the second expense, second one, that is repairs and insurance of machinery, plant and furniture. 2 points are to be noted. First one is repairs of revenue nature alone shall be allowed. Revenue nature odu കൂടിയ repairs മാത്രമേ അനുവദിക്കുകയുള്ളൂ. It should be to preserve or maintain an existing asset.
ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന റിപ്പയേഴ്സ് ആയിരിക്കണം. അതുമാത്രമാണ് ഡിഡക്റ്റബിൾ ആവുകയുള്ളൂ. ഓക്കെ, അതായത് റവന്യൂ നേച്ചറോട് കൂടിയിട്ടുള്ളത്. ഒരു മെഷീൻ്റെ, ഒരു എക്സിസ്റ്റിംഗ് അസറ്റിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, പ്രിസർവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന റിപ്പയേഴ്സ് മാത്രം. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരാൻ പാടില്ല എന്നർത്ഥം. ഓക്കെ, ദി എമൗണ്ട് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് അഗെയിൻസ്റ്റ് റിസ്ക് ഓഫ് ഡാമേജ് ഓർ ഡിസ്ട്രക്ഷൻ ഓഫ് ദീസ് അസറ്റ്സ് ആർ എലിജിബിൾ ഫോർ ഡിഡക്ഷൻ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ, ഈ അസറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ അടയ്ക്കുന്നതൊക്കെ ഡിഡക്ഷന് എലിജിബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, then the third one is depreciation on fixed assets. ഡിപ്രീസിയേഷൻ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഫിക്സ്ഡ് അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ പല ക്ലാസ് ഓഫ് ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് വ്യത്യസ്ത റേറ്റിലാണ് ഡിപ്രീസിയേഷൻ. ആ ഓരോ ഗ്രൂപ്പ് ഓഫ് ക്ലാസ് ഓഫ് അസറ്റ്സിനും എലിജിബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ റേറ്റ്, അർഹതപ്പെട്ട ഡിപ്രീസിയേഷൻ റേറ്റ് എത്രയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ദെൻ ഫോർത്ത് വൺ, ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, കോഫി ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്, റബ്ബർ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട്. ചിലപ്പോൾ ടീ ബിസിനസ് അല്ലെങ്കിൽ കോഫി ബിസിനസ്, റബ്ബർ ബിസിനസ്, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അസസീസ് ഒരു നിശ്ചിത തുക ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് എന്ന പേരിൽ ഷെഡ്യൂൾഡ് ബാങ്കിൽ, നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യാറുണ്ട്. കോഫി ഡെവലപ്മെൻറ്റ്, റബ്ബർ ഡെവലപ്മെൻറ്റ് എന്നെല്ലാം പറഞ്ഞ് അതത് ബിസിനസ്സിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാർ ഈ ഡെവലപ്മെൻറ്റ് അക്കൗണ്ടിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡിഡക്ഷൻ എലിജിബിളാണ്. അവർ അത്തരത്തിലുള്ള ബിസിനസ് എത്രത്തോളമാണ് എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ? എ സം ഈക്വൽ ടു ദി എമൗണ്ട് സോ ഡെപ്പോസിറ്റഡ്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ 40% ഓഫ് പ്രോഫിറ്റ് ഓഫ് സച്ച് ബിസിനസ്, ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ 40% വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, അതാണ് ഡിഡക്റ്റബിൾ. അപ്പോൾ ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ടിൽ ഇത്ര ഡെപ്പോസിറ്റ് ചെയ്തു എന്നൊക്കെ ക്വസ്റ്റ്യനിലുണ്ടാവും, എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ മുഴുവൻ എമൗണ്ടും ഡിഡക്ഷൻ കിട്ടിക്കൊള്ളണമെന്നില്ല, അലവബിൾ എക്സ്പെൻസ് ആയിക്കൊള്ളണമെന്നില്ല. എന്തുകൊണ്ടാണ്? ആ റൂൾ ഇതാണ്. ഒന്നുകിൽ ആ എമൗണ്ട്, ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, അല്ലെങ്കിൽ 40% ഓഫ് ദി പ്രോഫിറ്റ് ഓഫ് സച്ച് ബിസിനസ് വിച്ച് എവർ ഈസ് ലെസ്, ഏതാണോ കുറവ് അത് മാത്രമേ ഡിഡക്ഷൻ ആയിട്ട് അനുവദിക്കുകയുള്ളൂ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് വൺ, സൈറ്റ് റെസ്റ്റോറേഷൻ ഫണ്ട്. ഇപ്പോൾ പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, അതുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട കമ്പനികളൊക്കെ ഉണ്ടാവും, സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ സൈറ്റ് റെസ്റ്റോറേഷൻ ഫണ്ട് എന്ന പേരിൽ ഒരു നിശ്ചിത എമൗണ്ട്, നേരത്തെ ടീ ഡെവലപ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ സൈറ്റ് റെസ്റ്റോറേഷൻ ഫണ്ട് എന്ന പേരിൽ നിശ്ചിത എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും അക്കൗണ്ടിൽ. നാഷണലൈസ്ഡ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ, അത്തരത്തിലുള്ള കമ്പനികൾ ഒരു ഡിഡക്ഷന് എലിജിബിൾ ആണ്. ആ എലിജിബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് ലീസ്റ്റ് ഓഫ് ദീസ് ടു ആണ്. ഏതൊക്കെയാണ്? സം ഈക്വൽ ടു ദി എമൗണ്ട് സോ ഡെപ്പോസിറ്റഡ് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ്. ഡെപ്പോസിറ്റ് നടത്തിയിട്ടുള്ള ആ എമൗണ്ടും ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള ആ എമൗണ്ട്, അല്ലെങ്കിൽ 20% ഓഫ് ദി പ്രോഫിറ്റ് ഓഫ് സച്ച് ബിസിനസ് വിച്ച് എവർ ഈസ് ലെസ്. ഓക്കെ, ഏതാണോ കുറവ് അതാണ് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് എലിജിബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആയി കണക്കാക്കുക. ഓക്കെ, ദെൻ സിക്സ്ത് വൺ, സയൻറ്റിഫിക് റിസർച്ച് എക്സ്പെൻസ്. സയൻറ്റിഫിക് റിസർച്ച് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില പോയിന്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ഓൺ സയൻറ്റിഫിക് റിസർച്ച് carried on by the assessee himself will be allowed. റവന്യൂ എക്സ്പെൻഡിച്ചർ, സയൻറ്റിഫിക് റിസർച്ച് അസസി നടത്തുന്ന, സ്വന്തമായിട്ട് നടത്തുന്ന സയൻറ്റിഫിക് റിസർച്ച്, അതുമായി ബന്ധപ്പെട്ട റവന്യൂ എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റബിൾ ആണ്. ബി, കോൺട്രിബ്യൂഷൻ മെയ്ഡ് ടു യൂണിവേഴ്സിറ്റീസ്, കോളേജ് ഓർ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ സയൻറ്റിഫിക് റിസർച്ച്.
സയൻറ്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട് അസസ്സിയല്ല നടത്തുന്നത് സയൻറ്റിഫിക് റിസർച്ച്, പക്ഷെ മറ്റ് സ്ഥാപനങ്ങൾക്ക് സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്ന മറ്റ് സ്ഥാപനങ്ങൾക്ക് അസസ്സി കോൺട്രിബ്യൂഷൻ നടത്തുന്നു, യൂണിവേഴ്സിറ്റി, കോളേജ്, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക്. അപ്പോൾ ആ അസസ്സി ഡിഡക്ഷന് എലിജിബിൾ ആണ്. എത്രത്തോളമാണ് ഡിഡക്ഷൻ? സം ഈക്വൽ ടു 150% ഓഫ് കോൺട്രിബ്യൂഷൻ. അയാൾ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ 150% നമുക്ക് ഡിഡക്ഷൻ നടത്താം. Then third point, amount paid to company for scientific research. ചില കമ്പനികൾക്ക്, യൂണിവേഴ്സിറ്റി, കോളേജ്, അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞല്ലോ, അതല്ലാതെ ചില കമ്പനികൾക്ക് സയൻറ്റിഫിക് റിസർച്ച് നടത്തുന്നതിന് കോൺട്രിബ്യൂഷൻ വല്ലതും കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഡിഡക്റ്റബിൾ ആണ്. എത്രയാണോ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് അത് മുഴുവനായിട്ടും ഡിഡക്റ്റബിൾ ആണ്. Some paid for social or statistical research association. Actual amount paid is deductible. Okay, social or statistical research association കൊടുത്തിട്ടുള്ള എമൗണ്ട് മുഴുവനായിട്ടും ഡിഡക്റ്റബിൾ ആണ്. Amount paid to approved national laboratory or IITs, 150% of the amount paid is deductible. Okay, ഇതൊക്കെ സയൻറ്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട് നാഷണൽ ലബോറട്ടറി, അപ്രൂവ്ഡ് നാഷണൽ ലബോറട്ടറി, അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ, അതിൻ്റെ 150% വരെ ഡിഡക്ഷനാണ്. കമ്പനി എൻഗേജ്ഡ് ഇൻ ദി ബിസിനസ് ഓഫ് ബയോടെക്നോളജി, ബയോടെക്നോളജിയിൽ ആയി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന കമ്പനി, 150% ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് അലൗഡ് ആസ് ഡിഡക്ഷൻ. 150% ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സയൻറ്റിഫിക് റിസർച്ചുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് സെവൻത് വൺ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു ഒബ്റ്റെയിൻ ലൈസൻസ് ടു ഓപ്പറേറ്റ് ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ്. ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് നേടുന്നതുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കമ്പനികൾക്ക് വന്നിട്ടുണ്ടാവാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഡിഡക്ഷൻ നടത്താവുന്നതാണ്, ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണ്. പക്ഷെ മുഴുവൻ എമൗണ്ടും ഒന്നിച്ച് അങ്ങ് ഡിഡക്റ്റബിൾ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഡിഡക്റ്റബിൾ എമൗണ്ട് ഈസ് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ഓവർ ദി റെലവൻറ്റ് പ്രീവിയസ് ഇയർ ഫോർ വിച്ച് ലൈസൻസ് ഈസ് ഒബ്റ്റെയിൻഡ്. എത്ര കാലത്തേക്കാണോ ലൈസൻസ് കിട്ടിയത് അത്രയും കാലത്തേക്ക് ഈക്വൽ ആയിട്ട് അതാത് പ്രീവിയസ് ഇയറിൽ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. Okay, then eighth one, capital expenditure incurred for acquiring any spectrum rights. ചില മൊബൈൽ ഫോൺ കമ്പനികളൊക്കെ സ്പെക്ട്രം അക്വയർ ചെയ്യാറുണ്ട്. മൊബൈൽ ഫോൺ ഫെസിലിറ്റി എല്ലാ കസ്റ്റമേഴ്സിനും കൃത്യമായ രീതിയിൽ കസ്റ്റമേഴ്സിന് ഉറപ്പുവരുത്താൻ വേണ്ടി സ്പെക്ട്രം അക്വയർ ചെയ്യാറുണ്ട്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്നെല്ലാം സ്പെക്ട്രം അക്വയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരും. ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എത്ര പീരീഡിലേക്കാണോ ഈ സ്പെക്ട്രം അക്വയർ ചെയ്യുന്നത് ആ പീരീഡിലേക്ക് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് അതാത് പ്രീവിയസ് ഇയറിൽ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. നയൻത് വൺ, പേയ്മെന്റ് ടു റൂറൽ ഡെവലപ്മെന്റ് ഫണ്ട് ഓർ നാഷണൽ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ട്. റൂറൽ ഡെവലപ്മെന്റ് ഫണ്ട് അല്ലെങ്കിൽ നാഷണൽ പോവർട്ടി ഇറാഡിക്കേഷൻ ഫണ്ട്, ഈ ഫണ്ടിലേക്ക് നടത്തിയിട്ടുള്ള പേയ്മെന്റ് 100% ഡിഡക്റ്റബിൾ ആണ്. എക്സ്പെൻഡിച്ചർ ഓൺ അഗ്രികൾച്ചറൽ എക്സ്റ്റൻഷൻ പ്രോജക്റ്റ് 150% ഡിഡക്റ്റബിൾ ആണ്. എക്സ്പെൻഡിച്ചർ ഓൺ നോട്ടിഫൈഡ് സ്കിൽ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് 150% ഈസ് ഡിഡക്റ്റബിൾ. 12th one, amortization of preliminary expenses, 1/5 of the total preliminary expense is deductible. 1/5 means 20% is deductible. Amortization, preliminary expenses, കമ്പനി രൂപീകരിക്കുന്ന സമയത്തൊക്കെ വരുന്ന തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജസിൽ കമ്പനി ഡെവലപ്പ് ചെയ്യുന്ന കമ്പനി ബിസിനസ് കമൻസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വരുന്ന ധാരാളം എക്സ്പെൻസ് ഉണ്ട്. പ്രിലിമിനറി എക്സ്പെൻസസ്, ഈ പ്രിലിമിനറി എക്സ്പെൻസസിൻ്റെ അമോർട്ടൈസേഷൻ ഓരോ വർഷവും അത് റൈറ്റ് ഓഫ് ചെയ്യാം. എത്ര? 20% റൈറ്റ് ഓഫ് ചെയ്യാം. മൊത്തം എമൗണ്ടിൻ്റെ 20%. അപ്പോൾ 1/5 പോർഷൻ റൈറ്റ് ഓഫ് ചെയ്യാം. അങ്ങനെ 5 വർഷം കൊണ്ട് അത് മുഴുവനായിട്ടും റൈറ്റ് ഓഫ് ചെയ്തിരിക്കും. ഓക്കെ, 20% വീതം 5 വർഷമാകുമ്പോൾ മൊത്തം 5 വർഷം കൊണ്ടത് റൈറ്റ് ഓഫ് ചെയ്തിരിക്കും. Then 13, expenditure for amalgamation or demerger of an undertaking. ഒരു
അണ്ടർടേക്കിംഗ്, അതിൻ്റെ അമാൽഗമേഷനുമായി ബന്ധപ്പെട്ട്, ഡീമർജറുമായി ബന്ധപ്പെട്ട് ഒക്കെ വരുന്ന എക്സ്പെൻസസ് ഉണ്ടോ, അത് 1/5 ഈസ് ഡിഡക്റ്റബിൾ എവറി ഇയർ ഫോർ സക്സസീവ് 5 years. നേരത്തെ അമോർട്ടൈസേഷൻ പറഞ്ഞതുപോലെ തന്നെ 20% വീതം 5 വർഷം അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. 14. Expenditure on voluntary retirement. 20% of the amount paid to an employee at the time of voluntary retirement is deductible for the successive 5 years. VRS വാങ്ങി പോകുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന കോമ്പൻസേഷൻ അതിൻ്റെ 20% വെച്ച് വരുന്ന 5 വർഷക്കാലം നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. 5 വർഷം കൊണ്ടത് പൂർണ്ണമായിട്ടും എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ഓക്കെ. ദെൻ 15th one അതർ ഡിഡക്ഷൻസ് ആണ്. ഈ അതർ ഡിഡക്ഷൻസ് എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് വരുന്നത്? ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ഇൻഷുറൻസ് അഗെയിൻസ്റ്റ് ഡാമേജ് ഓഫ് ഇൻവെന്ററി, ഇതൊക്കെ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം ഫോർ കാറ്റിൽ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഫോർ എംപ്ലോയീസ്, ബോണസ് ആൻഡ് കമ്മീഷൻ പെയ്ഡ് ടു എംപ്ലോയീസ് ഫോർ സർവീസസ് റെന്റഡ്, ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ക്യാപിറ്റൽ, discount on issue of zero coupon bond, employers contribution to recognized provident funds or approved superannuation funds, employers contribution to approved gratuity fund, employers contribution to approved staff welfare schemes, contribution to pension scheme. ഇതൊക്കെ other deductions എന്ന് പറഞ്ഞ് അനുവദിക്കാവുന്ന അതർ ഡിഡക്ഷൻസ് എന്ന ഹെഡിൽ വരുന്ന ബിസിനസ് ഓർ പ്രൊഫഷനിൽ നിന്നുള്ള പ്രോഫിറ്റ് ഓർ ലോസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ്പ്രസ്ലി അലൗഡ് ആയിട്ടുള്ള ചില ഡിഡക്ഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കുക. 11th one ലോസ് ഓഫ് എനിമൽസ്, ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സുമായി ബന്ധപ്പെട്ടവർക്ക് ഈ ഡിഡക്ഷൻ കിട്ടുന്നത് ബാങ്കുകൾക്ക് മാത്രം. ഇൻ കേസ് ഓഫ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഓർ നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ഓർ കോഓപ്പറേറ്റീവ് ബാങ്ക് എക്സ്ക്ലൂഡിംഗ് ഫോറിൻ ബാങ്ക്സ് 8.5% ഓഫ് ടോട്ടൽ ഇൻകം ബിഫോർ മേക്കിംഗ് ദിസ് ഡിഡക്ഷൻ. ഈ ഡിഡക്ഷൻ കാണിക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റിന്റെ 8.5% വരെ നമുക്ക് 8.5% ആണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുകയുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ഫോറിൻ ബാങ്ക്സ് 5.5% ഓഫ് ടോട്ടൽ ഇൻകം ബിഫോർ മേക്കിംഗ് ദിസ് ഡിഡക്ഷൻ. 5% ആണ് ടോട്ടൽ ഇൻകത്തിന് 5% ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാം പ്രൊവിഷൻ. മറ്റ് ബാങ്കിങ് അല്ലാത്ത നോൺ ബാങ്കിങ് ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഡിഡക്റ്റബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. 14. Family planning expenditure. Revenue expenditure incurred by a company for promoting family planning among the employees is fully deductible. In case of capital expenditure, 1/5 is deductible in each of the 5 years from the year in which expenditure has been incurred. Capital expenditure ആണെങ്കിൽ ആ capital expenditureന്റെ 1/5 പോർഷൻ, അതായത് 20% 5 വർഷക്കാലം കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്യാം, 5 വർഷമായിട്ട്. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ അതാത് വർഷങ്ങളിൽ തന്നെ മുഴുവനായിട്ടും ഡിഡക്റ്റബിൾ ആണ്. 15. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ്. സെക്യൂരിറ്റി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ട്രാൻസാക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈടാക്കുന്ന ടാക്സ് ആണ് STT എന്ന് പറയുന്നത്. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. എമൗണ്ട് ഓഫ് ബാങ്കിങ് ട്രാൻസാക്ഷൻ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ഇൻകം ടാക്സ് പ്രൊസീഡിങ്സ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക, അപ്പീൽ കൊടുക്കുക, ഇതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ഒക്കെ ഡിഡക്റ്റബിൾ ആണ്. കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ടാക്സ്. ഇഫ് ഇൻകം ഫ്രം കമ്മോഡിറ്റീസ് ട്രാൻസാക്ഷൻ ഹാസ് ബീൻ കമ്പ്യൂട്ടഡ് അണ്ടർ ദി ഹെഡ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ദി. കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എന്ന് പറഞ്ഞാൽ കമ്മോഡിറ്റി ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന അല്ലെ കമ്മോഡിറ്റി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ഇൻകം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ആ ഹെഡിലാണ് കാണിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കമ്മോഡിറ്റി ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട ടാക്സ് അടയ്ക്കേണ്ടി വരികയാണെങ്കിൽ അത് ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഓക്കെ, ഇത്രയാണ് ഈ 15ാമത്തെ അതർ ഡിഡക്ഷൻസ് എന്ന് പറയുന്നതിൽ വരുന്ന ചില പ്രധാനപ്പെട്ട ഐറ്റംസ് ആണ് ഞാനിപ്പോൾ ഈ 18 എണ്ണം പറഞ്ഞിരിക്കുന്നത്. ഇനി 16ാമത്തത് ജനറൽ ഡിഡക്ഷൻ സെക്ഷൻ 37(1). ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അഡ്മിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻസ്
ഇൻകം ടാക്സ് ആക്ടിൽ സെക്ഷൻ 30 മുതൽ 37 വരെയാണ്. അതിൽ 37 ആണ് അവസാനം ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ജനറൽ ഡിഡക്ഷൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ജനറൽ ഡിഡക്ഷൻ 37 സബ്സെക്ഷൻ 1 പറയുന്നു. ഇവിടെ ജനറൽ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞ് ഡിഡക്റ്റ് ചെയ്യാവുന്ന ചില എക്സ്പെൻസസ് ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ തൊട്ട് മുകളിൽ പറഞ്ഞ മുഴുവൻ ഡിഡക്ഷൻസിലും ആ ഡിഡക്ഷൻസിലൊന്നും വരാത്ത ചില ഇനങ്ങൾ ഉണ്ടെങ്കിൽ അവ ഇനി പറയുന്ന പ്രത്യേകതകളോട് കൂടിയിട്ടുള്ളവയാണെങ്കിൽ അത് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നവയാണ്. ആ പ്രത്യേകതകളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. സെക്ഷൻ 37 സബ്സെക്ഷൻ 1 ഡീൽസ് വിത്ത് certain conditions which are to be fulfilled in order to deduct a particular item. They are, first one, the expenditure should not be covered specifically by provisions of section 30 to 36. അതായത് മുകളിൽ പറഞ്ഞ 30 മുതൽ 36 വരെയുള്ള മുകളിൽ പറഞ്ഞ ഐറ്റങ്ങളിൽ ഉൾപ്പെടാത്ത ഐറ്റം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതാണ് ഇവിടെ ഡിഡക്ഷൻ കിട്ടുക. അല്ലാതെ അവിടെ ഉൾപ്പെടുന്നത് അവിടെ ഡിഡക്ഷൻ കിട്ടിക്കഴിഞ്ഞു, ഇവിടെ പിന്നെ വീണ്ടും കൊടുക്കേണ്ടതില്ല. ഓക്കെ. സെക്കൻഡ്, it should be in respect of a business or profession carried on by the assessee and the profit and gains of which are to be computed and assessed. ഇവ ബിസിനസ് ഓർ പ്രൊഫഷനുമായി അസസി നടത്തുന്ന ബിസിനസ് ഓർ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആയിരിക്കണം. ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭവും നഷ്ടമൊക്കെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ടാവണം. Third one, it should not be in the nature of personal expense of the assessee. അസസിയുടെ പേഴ്സണൽ എക്സ്പെൻസ് രൂപത്തിലാവാൻ പാടില്ല. It should not be in the nature of capital expenditure ആവാൻ പാടില്ല. It should have been incurred wholly and exclusively for the purpose of his business. അസസിയുടെ ബിസിനസ്സിന് വേണ്ടി മാത്രമായിരിക്കണം അത് പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആയിരിക്കണം. And the sixth is, it should be related to the previous year concerned. Previous year ആയി ബന്ധപ്പെട്ട എക്സ്പെൻസ് ആയിരിക്കണം. ഈ കണ്ടീഷനോട് കൂടിയിട്ടുള്ള എക്സ്പെൻസസ് മുകളിൽ പറയാത്ത എക്സ്പെൻസസും കൂടെ നമുക്ക് സെക്ഷൻ 37 സബ്സെക്ഷൻ 1 പ്രകാരം ഡിഡക്റ്റബിൾ ആണ്. ഇനി നമുക്ക് ആ ജനറൽ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞ് 37 സബ്സെക്ഷൻ 1 ജനറൽ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞ് മുകളിൽ പറഞ്ഞ ആ ഡിഡക്ഷനിലൊന്നും വരാത്തതായിരിക്കണം എന്ന് പറഞ്ഞല്ലോ. അത്തരത്തിലുള്ള എക്സ്പെൻസസ് ഏതൊക്കെയാണെന്നൊന്ന് ഒരു എക്സാമ്പിൾസ് നമുക്ക് നോക്കാം, പരിചയപ്പെടാം ചില ഐറ്റംസ്. ഒന്ന്, എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ പർച്ചേസ്, മാനുഫാക്ചർ ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്. പർച്ചേസുമായി ബന്ധപ്പെട്ട് മാനുഫാക്ചറിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെ സെയിലുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസസ്, ജനറൽ ആയിട്ടുള്ള എക്സ്പെൻസസ് എല്ലാം ഡിഡക്റ്റബിൾ ആണ്. ഈ ജനറൽ ഡിഡക്ഷൻസിൽ പറഞ്ഞിട്ടുള്ള ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ്പെൻസസ് ആണ്. നമ്പർ 2, ജനറൽ എക്സ്പെൻസസ് ഇൻകേർഡ് ഇൻ ദി ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ബിസിനസ്. ഓക്കെ. Third one is expenses incurred in defending a case for damages for breach of contract. Breach of contract, കോൺട്രാക്ട് ലംഘനം നടത്തി, കരാർ ലംഘനം നടത്തിയതുമായി ബന്ധപ്പെട്ട ഡാമേജ്, ആ ഡാമേജിനെതിരായിട്ട് നമ്മൾക്ക് ഉണ്ടാവുന്ന ആ ഡാമേജുമായി ബന്ധപ്പെട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന എക്സ്പെൻസ് എല്ലാം നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. കോമ്പൻസേഷൻ പെയ്ഡ് ടു ആൻ അൺഡിസയറബിൾ എംപ്ലോയി ഓർ ഡയറക്ടർ ഫോർ ദി റിട്രെഞ്ച്മെന്റ് ഓഫ് ഹിസ് സർവീസസ്. ഒരു എംപ്ലോയി, അൺഡിസയറബിൾ ആയിട്ടുള്ള എംപ്ലോയി അല്ലെ ഡയറക്ടർ ആ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുന്നു, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ആ കോമ്പൻസേഷൻ നമുക്ക് ഡിഡക്റ്റബിൾ ആണ്. Contribution made to PF maintained for the benefit of employees under an act may not be allowed under other deduction. മുകളിൽ ഈ എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു ഐറ്റം മുകളിൽ പറഞ്ഞിട്ടുണ്ട്, അതർ ഡിഡക്ഷൻസ് എന്ന ഭാഗത്ത്. അതല്ലാതെയുള്ള എംപ്ലോയീസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള ചില പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഡിഡക്റ്റബിൾ ആണ്. കമ്മീഷൻ എക്സെട്ര പെയ്ഡ് ഫോർ സെക്യൂറിങ് ഓർഡേഴ്സ് ഫോർ ദി ബിസിനസ് ഓർഡറിന് വേണ്ടി നേടിയെടുക്കുന്നതിന് വേണ്ടി കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഡിഡക്റ്റബിൾ ആണ്. കോമ്പൻസേഷൻ പെയ്ഡ് ടു എംപ്ലോയീസ് ഇൻ കണക്ഷൻ വിത്ത് ആക്സിഡന്റ് മെറ്റ് ബൈ ദം വൈൽ ഓൺ ഡ്യൂട്ടി. ഡ്യൂട്ടിയിലാകുമ്പോൾ
ആക്സിഡൻറ്റ് സംഭവിച്ചാൽ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. ആ കോമ്പൻസേഷൻ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഫോർ ഇൻഷുറിംഗ് എംപ്ലോയീസ് അഗെയിൻസ്റ്റ് ലയബിലിറ്റി ഫോർ കോമ്പൻസേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് ആക്സിഡൻറ്റ് ടു എംപ്ലോയീസ്. എംപ്ലോയീസിന് ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ആക്സിഡൻറ്റ് സംഭവിക്കും, കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, അതിന് ഇൻഷുർ ചെയ്യും എംപ്ലോയീസിന്. ആ ഇൻഷുറൻസ് പ്രീമിയം ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. റോയൽറ്റീസ് പെയ്ഡ് ഇൻ കണക്ഷൻ വിത്ത് മൈനുമായി ബന്ധപ്പെട്ട റോയൽറ്റി ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. റീസണബിൾ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദി ഒക്കേഷൻ ഓഫ് ദസറ, ദീവാലി, അങ്ങനെയുള്ള ചില ഒക്കേഷനിൽ കൊടുക്കുന്ന ഒക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ്. കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, ഈ സിറ്റുവേഷനിലൊക്കെ വരുന്ന, ഈ ഒക്കേഷൻസിലൊക്കെ വരുന്ന എക്സ്പെൻസ് റീസണബിൾ എമൗണ്ട് ഡിഡക്റ്റബിൾ ആണ്. സബ്സ്ക്രിപ്ഷൻ ഗിവൺ ടു ആൻ അസോസിയേഷൻ ഇൻ ദി ഇൻട്രസ്റ്റ് ഓഫ് ബിസിനസ്, ബിസിനസ്സിൻ്റെ താല്പര്യവുമായി ബന്ധപ്പെട്ടുള്ള ചില അസോസിയേഷൻസ് അവർക്ക് നൽകുന്ന സബ്സ്ക്രിപ്ഷൻ ഡിഡക്റ്റബിൾ ആണ്. നോർമൽ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു മെയിൻറ്റെയിൻ ദി സെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് വരും, അത് നോർമൽ എമൗണ്ട് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഡിഡക്റ്റബിൾ. പേയ്മെൻറ്റ് ഓഫ് എക്സൈസ് ഡ്യൂട്ടി, ഓക്കെ. പ്രൊഫഷണൽ ടാക്സ് ലെവീഡ് ബൈ local authority is deductible. Expenditure incurred on inauguration ceremony ആയി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ ഡിഡക്റ്റബിൾ ആണ്. ഇത്രയാണ് എക്സ്പ്രസ്ലി അലൗഡ് ഡിഡക്ഷൻസിൽ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ചില ഐറ്റംസ്. നന്നായിട്ട് മനസ്സിലാക്കുക. ഇത് നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻകം ഫ്രം പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.